ഹലോ ഫ്രണ്ട്സ്, കറച്ചിട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അടിപൊളി ഒരു കട്ട്ലേറ്റാണ് ആക്കുന്നത്. കട്ട്ലേറ്റ് ഇത് കണ്ടു കഴിഞ്ഞാൽ ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് കട്ട്ലേറ്റ് പോലെ തോന്നും. എന്നാൽ നമ്മൾ ഫിഷോ ചിക്കനോ ഒന്നുമല്ല, ഇത് ചേമ്പാണ്. നമ്മൾ ചേമ്പ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ചേമ്പ് നേരിട്ട് അതുപോലെ വേവിച്ച് കഴിക്കാത്തവർ അല്ലെങ്കിൽ കറിയിൽ കഴിക്കാത്തവർ, ചൊറിയെന്ന് പറയുന്നവർക്കൊക്കെ ഈ ഒരു ഡിഷ് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ചേമ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ വേവിക്കാൻ ഇടുക. അപ്പോൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുക. ഇതിനെ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം കുറച്ച് ആറിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് വൃത്തിയാക്കി വെക്കുക. ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് മല്ലിയില, പിന്നെ കുക്കുംബർ, തക്കാളി, പിന്നെ കുറച്ച് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ചേമ്പ് കുറച്ച് തണുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി എടുക്കുക ഇതുപോലെ. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇത് ബ്രെഡ് ക്രംസ് ആണ്. അതിനകത്തേക്ക് നമ്മൾ ഈ ചേമ്പിനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഞെക്കി പരത്തിയിട്ട് ഈ ബ്രെഡ് ക്രംസ് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നമുക്കതിനൊന്ന് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഉരുട്ടിയിട്ടൊന്ന് പരത്തിയെടുക്കുക. ബ്രെഡ് ക്രംസ് നന്നായിട്ടിരിക്കണം. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടുണ്ടാവും ബ്രെഡ് ക്രംസ് നന്നായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റായി. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ പരത്തിയെടുത്തു. നല്ലൊരു കട്ട്ലറ്റിൻ്റെ രൂപത്തിൽ ഇതുപോലെ ആക്കിയെടുത്താൽ മതി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ റെഡിയാക്കി വെച്ച എല്ലാ സംഭവം ഒരു പാത്രത്തിലേക്ക് വെക്കുന്നു. ഇനി ഒരു ബൗളിൽ ഇത് നമുക്ക് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ്. കുറച്ച് തൈര്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പിന്നെ ഇത് കുക്കുംബർ, അതുപോലെ തക്കാളി, ഉള്ളി, ഇത്രയും കാര്യം ഇട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് അതിൻ്റെ കൂടെ കഴിക്കാനുള്ള സംഭവമാണ്. അത് അതിൻ്റെ സൈഡിൽ നമ്മളതിനെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് റെഡിയാക്കി മാറ്റി വെക്കാം. ഇനി നമ്മളൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ റെഡിയാക്കി പരത്തി വെച്ച് കഴിഞ്ഞാൽ വെച്ച ഈ ചേമ്പിനെ നമുക്ക് ഇതുപോലെ എണ്ണയിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ നന്നായിട്ട് മറിച്ചും തിരിച്ചും വിട്ട് നന്നായിട്ട് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ അടിപൊളിയുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇത് ചൊറിയോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ആരോഗ്യത്തിനും നല്ലതാണ്. ഇപ്പോൾ ചേമ്പ് കഴിക്കാത്തവർക്ക്, പിള്ളേർക്കൊക്കെ വളരെ നല്ലതാണ് ഇത് കഴിക്കുന്നത്. പണ്ടുള്ളവരൊക്കെ നല്ല ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുവാൻ, ഇപ്പോൾ ഉള്ളവരൊന്നും കഴിക്കത്തില്ല അധികം ആൾക്കാർ. ചേമ്പ്, ചേന, കാച്ചിൽ എന്നിവ സാധനങ്ങളൊന്നും വളരെ കുറവാണ് കഴിക്കുന്നത്. അപ്പോൾ നോക്ക്, ഇത് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാ സംഭവവും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പിയാണ്, നല്ല സ്മൂത്തായിട്ടുണ്ട്, കഴിക്കാൻ വളരെ രുചിയാണ്. ഇത് ഏതൊരു കാരണം വെച്ചാലും ചേമ്പാന്ന് തോന്നത്തില്ല നമുക്ക്. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ചില്ലി ഫ്ലെക്സ്, മുളക് പൊടിച്ചതാണ്. അതിനൊപ്പം കുറച്ച് ചാറ്റ് മസാലയും കൂടെ ഉണ്ട്. ഇത് രണ്ടും മിക്സ് ചെയ്തതാണ്. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത ചേമ്പ് കട്ട്ലേറ്റിൻ്റെ മുകളിൽ കുറച്ച് ചാറ്റ് മസാലയും മുളകും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നു. ഇത്രയും മതി ഇതിന്. ഇത് നല്ല രുചിയായിരിക്കും. ചാറ്റ് മസാലയും കൂടെ ചേരുമ്പോൾ നല്ല ഒരു രുചിയുണ്ട്. അപ്പോൾ ചാറ്റ് മസാല വേണ്ടവർക്ക് ഇടാൻ, ഇല്ലാതെ കഴിക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ മറിച്ച് വെച്ചിട്ട് കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നു. എരിവൊക്കെ കുറച്ച് വേണ്ടവർക്ക് ഇതുപോലെ കഴിക്കാം, നല്ലതാണ്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ചേമ്പ് വേവിച്ചെടുത്തു, ബ്രെഡ് ക്രംസിൻ്റെ കൂടെ മിക്സ് ചെയ്തു, പരത്തിയെടുത്തു, എണ്ണയിലിട്ട് പൊരിച്ചെടുത്തു. ഇത്ര തന്നെ പരിപാടി. വളരെ ഈസി ആയിട്ട് ചെയ്യാം. നിങ്ങളും വീട്ടിൽ ഇതുപോലെ ചെയ്തു നോക്കുക. ഇതാണ് നല്ല അടിപൊളിയായിട്ട് നല്ല ചിക്കനോ ഫിഷോ കട്ട്ലേറ്റ് ചെയ്തു വെച്ച പോലെ ഉണ്ട്. അതിമനോഹരമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. കഴിച്ചു നോക്കി, സൂപ്പർ സാധനം. നിങ്ങൾ ചെയ്തു നോക്കുക. ചേമ്പ് കഴിക്കാത്തവർക്ക്, ചൊറിയെന്നൊക്കെ പറയുന്നവർക്ക് വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കി കഴിക്കാം. ആർക്കും ഇത് ചേമ്പാന്ന് പോലും ഫീൽ ചെയ്യത്തില്ല, അതുപോലെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.